ഹായ് ഫ്രണ്ട്സ്, ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MEG 14 ആണ് ഇന്ന് ഞാൻ നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നത്. കോണ്ടംപററി ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ഇതിൽ 8 ബ്ലോക്സ് ഉണ്ട്. ആദ്യത്തെ ഫസ്റ്റ് ബ്ലോക്കാണ് നമ്മൾ ഡിസ്കഷനിൽ വെക്കുന്നത്. ഫസ്റ്റ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ്, അതിൽ 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഫസ്റ്റ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ്, അതിലാകെ 4 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ആ 4 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, സോ ഷാൽ വി ബിഗിൻ. അപ്പോൾ അതിന് മുൻപായിട്ട് ആർക്കെങ്കിലും അസൈൻമെൻറ്റ്സോ അഥവാ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് PDF രൂപത്തിലോ വേണമെങ്കിൽ ദയവ് ചെയ്ത് തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. ഓക്കെ. ബ്ലോക്ക് 1, യൂണിറ്റ് 1, ദ കൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ. So first question, why is it difficult to define Indian literature? എന്തുകൊണ്ടാണ് ഇന്ത്യൻ ലിറ്ററേച്ചറിനെ ഡിഫൈൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ? Defining Indian literature is a complex task due to the country's rich cultural diversity, linguistic plurality, and historical depth. With 22 officially recognized languages and many more dialects, India's literary landscape is characterized by a multitude of voices, themes, and styles. Diversity of languages and cultures. Indian literature encompasses works in various languages, including Sanskrit, Tamil, Hindi, Bengali, Marathi, and many others. Each language has its own distinct literature tradition, shaped by regional cultures, historical context, and social influences. This diversity makes it challenging to identify a unified Indian literary identity. Historical influences. Indian literature has been shaped by various historical periods, from ancient epics like the Mahabharata and Ramayana to modern works influenced by colonialism and independence. Different historical contexts have given rise to distinct literary movements, themes, and styles, further complicating the definition of Indian literature. ഇന്ത്യയുടെ ലിറ്ററേച്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ചില്ലറ കാര്യമാണോ, എളുപ്പമുള്ള കാര്യമാണോ? ഒരിക്കലും അല്ല. കാരണം എന്താ, നമ്മളുടെ ഇന്ത്യ ഒരു സിംഗിൾ ലാംഗ്വേജിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ധാരാളം മൾട്ടി ലാംഗ്വേജസ് അടങ്ങിയിരിക്കുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ. അതുപോലെ തന്നെ കൾച്ചേഴ്സ് ആവട്ടെ, ധാരാളം കൾച്ചേഴ്സൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു പ്രൗഡ്, നമുക്കൊക്കെ എന്താ പറയുക, പ്രൗഡ് മൊമെൻ്റൊക്കെ നൽകുന്നത് തന്നെ ഇത് തന്നെയാണ്. നമ്മളൊരു ഇന്ത്യൻ ആണ് എന്ന് പറയുന്നതിന് നമുക്കൊരു പ്രൗഡുണ്ട്, നമുക്ക് അതിനെ അഹങ്കരിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ധാരാളം ലാംഗ്വേജസ്, ധാരാളം കൾച്ചേഴ്സ് ഒക്കെയുള്ള ഒരു വെൽതി കൺട്രിയാണ് നമ്മളുടേത്. ഓക്കെ, അപ്പോൾ ഇതിൽ എടുത്തു പറയുകയാണെങ്കിൽ ഒഫീഷ്യലി 22 ലാംഗ്വേജസ് ഓൾറെഡി നമുക്ക് അപ്രൂവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 22 ലാംഗ്വേജ് ഒഫീഷ്യലി, അപ്പോൾ ബാക്കിയുള്ളതോ ഒഫീഷ്യലി അല്ലാതെയും ഒത്തിരി വേറെയും ധാരാളം ഡയലക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ധാരാളം ലാംഗ്വേജസൊക്കെ സംസാരിച്ച് വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ചെറുതല്ല, വാസ്റ്റാണ്. ഒരു ഭാഷയുടെ ലിറ്ററേച്ചർ കണ്ടെത്തുക എന്ന് പറയുന്നത് വെറുതെ ആ ഒരു ഭാഷയുടെ ലിറ്ററേച്ചർ നമുക്കങ്ങനെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റില്ല. അതിൻ്റെ കുറേ അധികം കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇപ്പോൾ സോഷ്യലി, ഹിസ്റ്റോറിക്കലി അതിൻ്റെ ഒരു ചരിത്രമൊക്കെ നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നമുക്ക് പറയുകയാണെങ്കിൽ തന്നെ ഇന്ത്യയിലത്തെ കുറേ അധികം ലാംഗ്വേജസ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ നമുക്ക് എടുത്തു പറയാനുള്ള ലാംഗ്വേജസ് ആണ് സാൻസ്ക്രിത്, തമിഴ്, ഹിന്ദു, ബംഗാളി, മറാത്തി. ഓക്കെ, ഈ ലാംഗ്വേജസൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ ഓരോന്നിനും ഓരോ ലിറ്ററേച്ചേഴ്സാണ്. ഓക്കെ, എല്ലാത്തിനും കൂടി ഒരു ലിറ്ററേച്ചർ ഇല്ല, എല്ലാത്തിനും കൂടി വേറെ വേറെ ലിറ്ററേച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അത് വരുന്ന ഓരോ ഭാഷയും വരുന്നത് അതിൻ്റെതായ റീജിയണൽസിന് വ്യത്യാസമുണ്ട്, അതിൻ്റെ ഹിസ്റ്ററിക്ക് വ്യത്യാസമുണ്ട്, സോഷ്യൽ ഇൻഫ്ലുവൻസസിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചിട്ട് വേണം നമുക്കൊരു ലിറ്ററേച്ചറിനെ അനലൈസ് ചെയ്യാനായിട്ട്. ഇന്ത്യൻ ലിറ്ററേച്ചറിന്, ഇത് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് മാത്രമല്ല ഏതൊരു ലിറ്ററേച്ചറിനെയും നമ്മളൊന്ന് നോക്കി കാണുകയാണെങ്കിൽ അതിൻ്റെ ഒരു പാസ്റ്റ് ഹിസ്റ്റോറിക്കൽ പീരിയഡ്സിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതിയിരിക്കുന്ന ഈ ലിറ്ററേച്ചർ എഴുതിയിരിക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത്, ഇപ്പം നമുക്കിവിടെ എടുത്തു പറയാനായിട്ട് മഹാഭാരത, രാമായണ, ഇതൊക്കെ ഈ എപ്പിക്സൊക്കെ തുടങ്ങുന്ന ആ ഒരു ഏൻഷ്യൻ്റ് പീരിയഡ് ഉണ്ടല്ലോ, അവിടെ നിന്നും നമുക്ക് കണക്ട് ചെയ്തെടുക്കേണ്ടതാണ്. അങ്ങനെ കണക്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ എവിടം വരെ എത്തി? മഹാഭാരത, രാമായണത്തിൽ നിന്നും തുടങ്ങിയത് മോഡേൺ വർക്ക്സ് ആയിട്ടുള്ള കൊളോണിയാലിസം,
ഓക്കെ, അത് ഇൻഡിപെൻഡൻസിനോടനുബന്ധിച്ചിട്ട് അങ്ങനെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇതിനോടൊക്കെ അനുബന്ധിച്ചിട്ടുള്ള ധാരാളം ലിറ്ററേച്ചേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇന്ത്യൻ ലിറ്ററേച്ചർ ഡിഫൈൻ ചെയ്യുക എന്നത് എളുപ്പമല്ല. Regional variations. Literary traditions in India are often region specific, reflecting local cultures, customs, and histories. For example, Tamil literature has a unique tradition dating back to the Sangam era, while Bengali literature has been influenced by the Bengali Renaissance. These regional variations make it difficult to generalize about Indian literature. Bhakti movement and cultural unity. The Bhakti movement, which swept across India from the 6th to the 17th centuries, emphasized devotion, personal faith, and spiritual growth. Despite regional differences, the Bhakti movement contributed to a sense of cultural unity, highlighting the shared values and themes that transcend linguistic and regional boundaries. നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ലിറ്ററേച്ചറും ആരംഭിക്കുന്നത് വ്യത്യസ്ത കാലഘട്ടങ്ങളിലാണ് അല്ലേ. അപ്പോൾ അത് എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ തമിഴ് ലിറ്ററേച്ചർ അത് തുടങ്ങിയത് സംഘം ഇര ആ ഒരു സമയത്ത് നിന്നാണ്. അതേസമയം ബംഗാളി ലിറ്ററേച്ചറോ അത് തുടങ്ങുന്നത് ബംഗാളി റിനൈസൻസിന് ശേഷമാണ്. മറ്റെടുത്ത് പറയേണ്ട ഒരു പോയിൻ്റാണ് ഭക്തി മൊമെൻറ്റ്. അത് സ്റ്റാർട്ട് ചെയ്തത് 6th to 17th സെഞ്ച്വറീസിലാണ്. അപ്പോൾ അത് മുഖേന ധാരാളം പേഴ്സണൽ ഫെയ്ത്ത്, സ്പിരിച്വൽ ഗ്രോത്ത്, അതുപോലെ ഡിസ്പൈറ്റ് ഓഫ് റീജിയണൽ ഡിഫറൻസസ് ഇല്ലാതാക്കി അങ്ങനെ കുറേ അധികം എന്താ പറയുക കുറേ അധികം ചേഞ്ചസ് കൊണ്ടുവന്നതാണ് ഭക്തി മൊമെൻറ്റ്. Challenges in defining Indian literature. Given the complexities mentioned above, defining Indian literature requires a nuanced approach that acknowledges, first one, multiplicity. Indian literature is characterized by multiple languages, cultures, and traditions. Secondly, diversity. Regional variations, historical influences, and cultural differences contribute to the richness and diversity of Indian literature. Third one, unity in diversity. Despite differences, Indian literature reflects a shared cultural heritage and common themes such as the emphasis on devotion, spirituality, and social commentary. In conclusion, defining Indian literature is a complex task requires recognizing the country's linguistic, cultural, and historical diversity. By acknowledging the multiplicity, diversity, and unity of Indian literature, we can gain a deeper understanding of this rich and dynamic literary tradition. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ 3 വിഭാഗമായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. മൾട്ടിപ്ലിസിറ്റി, ഡൈവേഴ്സിറ്റി, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിസിറ്റിയിൽ നമുക്ക് എന്ത് എഴുതാം? ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ധാരാളം ലാംഗ്വേജസും കൾച്ചേഴ്സും ട്രഡീഷൻസും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ്. സെക്കൻഡ്ലി, ഡൈവേഴ്സിറ്റിയിൽ നമുക്ക് എന്ത് എഴുതാം? ഒത്തിരി അധികം റീജിയണൽ വേരിയേഷൻസ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ഇൻഫ്ലുവൻസസ് ഉണ്ട്, അതുപോലെ തന്നെ കൾച്ചറൽ ഡിഫറൻസസും നൽകുന്ന ഒന്ന് തന്നെയാണ്. അതേസമയം ഇന്ത്യയിൽ ഒത്തിരി റിച്ച്നെസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു വെൽത്ത് എന്ന് പറയുന്നത് തന്നെ ഈ ധാരാളം ലാംഗ്വേജസ് ഒക്കെ തന്നെയാണ് അല്ലേ. അതൊരു നമുക്ക് ഷുഡ് ബി എ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന് പറയാം. ഇനി തേർഡ്ലി, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അപ്പോൾ ഇതൊക്കെ ഉണ്ടായെങ്കിലും ഭക്തി മൂവ്മെൻറ്റ് പോലെയുള്ള ധാരാളം മൂവ്മെൻറ്റ്സ് നമ്മളുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. അത് മുഖേന നമുക്ക് എന്ത് കിട്ടി? യൂണിറ്റി, അതുപോലെ കോമൺ തീംസ് എന്ന് പറയുന്ന യൂണിറ്റി, അതുപോലെ ഡിവോഷൻ, സ്പിരിച്വാലിറ്റി, സോഷ്യൽ കമ്മ്യൂണിറ്റി, ഇതെല്ലാം തന്നെ നമുക്ക് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയിൽ കൂടെ ലഭ്യമാണ്. ഓക്കെ, അപ്പോൾ കൺക്ലൂഷനിൽ ഈ പറഞ്ഞത് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ധാരാളം ലാംഗ്വേജസ് അടങ്ങിയിട്ടുള്ള ഒരു കൺട്രിയാണ്, ഒത്തിരി ട്രഡീഷനായിട്ടുള്ള കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ലിറ്ററേച്ചറിനെ ഈസി ആയിട്ട് ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല അല്ലേ. അപ്പോൾ ഇത് അത്രയും ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലല്ലോ. സോ വി മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 2. Is ancient Tamil literature completely unaware of Sanskrit literature? തമിഴ് ലിറ്ററേച്ചറിന് സംസ്കൃത ലിറ്ററേച്ചറിനെ കുറിച്ചിട്ട് ഒട്ടും തന്നെ അറിവില്ല അല്ലെങ്കിൽ അൺഅവെയർ ആണോ എന്നാണ് ചോദ്യം.
Ancient Tamil literature was not completely unaware of Sanskrit literature. In fact, there are several indications of interaction and influence between the two literary traditions. The Tamil Sangam poetry, which dates back to the early centuries CE, contains references to Sanskrit epics like the Mahabharata. For example, the Purananuru and Kalittokai, two of the Sangam texts mentions episodes and characters from the Mahabharata, suggesting that the Tamil poets were familiar with the epic. Moreover, the early Tamil epics such as the Silapadikaram and Manimekalai contains certain references to Sanskrit texts like the Mahabharata and the Ramayana. These references demonstrate that the Tamil poets were aware of and drew upon Sanskrit literary traditions. The influence of Sanskrit on Tamil literature is also evident in the use of Sanskrit loanwords and motifs in Tamil poetry. The Tolkappiyam, an ancient Tamil grammatical text, recognized the importance of Sanskrit as a literary language. It mentions the Vadamori or the northern language, which is like a reference to Sanskrit. This suggests that the Tamil scholars were aware of the significance of Sanskrit in the literary landscape of ancient India. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തമിഴ് ലിറ്ററേച്ചർ ഒരിക്കലും തന്നെ സംസ്കൃത ലിറ്ററേച്ചറായിട്ട് അണവെയർ അല്ലായിരുന്നു. മീൻസ് അതിന് പൂർണ്ണമായിട്ടുള്ള അറിവുണ്ടായിരുന്നു തമിഴ് ലിറ്ററേച്ചറിന് സംസ്കൃതിനെക്കുറിച്ച് കൂടുതലായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അറിവുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾസും അവരിവിടെ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും സംഘം പോയട്രി, അത് നമ്മുടെ തമിഴിലത്തെ സംഘം പോയട്രി. ഇത് വരുന്നതിനും ഒത്തിരി വർഷം മുന്നാണ് എന്ത് പറയുന്നത് നമ്മുടെ മഹാഭാരത അതുപോലെ രാമായണമൊക്കെ വന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത് പുരാണനുറു അതുപോലെ കളിത്തോക്കൈ, ഇത് രണ്ടും സംഘം ടെക്സ്റ്റുകളാണ്. ഓക്കെ, ഈ രണ്ട് സംഘം ടെക്സ്റ്റുകളിലും മഹാഭാരതയെക്കുറിച്ചിട്ടുള്ള എപ്പിക്സ് മീൻസ് അതൊക്കെ എപ്പിക്സുകളാണ്. ഓൾറെഡി അത് എഴുതിയിരിക്കുന്നത് സംസ്കൃത് ലാംഗ്വേജിലാണ്. മഹാഭാരത രാമായണം ഇതൊക്കെ സംസ്കൃത് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും കുറേ ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ കുറച്ച് റെഫറൻസസ് ഒക്കെ നമുക്ക് സംഘം ടെക്സ്റ്റിൽ കാണാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? സംഘം ടെക്സ്റ്റ് അല്ലെങ്കിൽ തമിഴ് ലിറ്ററേച്ചറിന് ഓൾറെഡി എന്തറിയാം? സംസ്കൃത് ലാംഗ്വേജിൽ അല്ലെങ്കിൽ സംസ്കൃത് ലിറ്ററേച്ചറിനെ കുറിച്ച് അറിയാം എന്നിവിടെ നമുക്ക് വ്യക്തമാണ്. അതുപോലെ തന്നെ തമിഴിലെ മറ്റ് രണ്ട് വർക്കുകൾ ഇവിടെ പറയുന്നുണ്ട്, സിലപ്പതികാരം അതുപോലെ മണിമേഖല. ഇതിലും നമുക്ക് എന്ത് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംസ്കൃത് ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള എപ്പിക്സ് മഹാഭാരത രാമായണ ഈ എപ്പിക്സുകളിൽ നിന്നുള്ള റെഫറൻസസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളിവിടെ എന്താ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ ആ തമിഴ് ലിറ്ററേച്ചേഴ്സ് അത് നിങ്ങൾക്ക് അറിയാം സംഘമാണ്. അതേസമയം തമിഴിലുള്ള മറ്റു കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നല്ലോ, സിലപ്പതികാരം മണിമേഖല. അതിന് മുന്നൊരു ലിറ്ററേച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതാ പുരാണനുറു ആൻഡ് കളിത്തോക്കൈ. അപ്പോൾ ആ സ്പെല്ലിങ്ങുകളടക്കം അതൊന്ന് പഠിച്ചു വെച്ചോട്ടെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിൻ്റെ സമയത്ത് ഇത് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തമിഴിലെ മറ്റൊരു വർക്ക് തന്നെയാണ് തോൽക്കാപ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിലും നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? ഈ സംസ്കൃത ലിറ്ററേച്ചറിൻ്റെ ഒരു റെഫറൻസ് അവിടെ കാണാനായിട്ട് സാധിക്കും. വാടാമൊഴി എന്ന് പറയുന്നത് നോർത്തേൺ ലാംഗ്വേജ് ആണ്, അത് സംസ്കൃതിൻ്റെ റെഫറൻസസിനോട് ചേർന്നതാണ്. അപ്പോൾ അതിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കാണാനായിട്ട് സാധിക്കും? ഇതുപോലെ തന്നെ ഈ സംസ്കൃതിൻ്റെ ഈ ഭാഷ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘം എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ തമിഴ് ലിറ്ററേച്ചർ, പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു, 2-3 പേരുകൾ, ആ പേരുകളും കൂടി പഠിക്കുക. അപ്പോൾ ഈ ലിറ്ററേച്ചറുകളിലൊക്കെ എന്ത് കാണാൻ സാധിക്കും? സംസ്കൃത് ലിറ്ററേച്ചറായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ സംസ്കൃത് ലിറ്ററേച്ചറിൽ എഴുതിയിട്ടുള്ള എപ്പിക്സ് ആണ് രാമായണ മഹാഭാരത. അപ്പോൾ ഇതിൽ നിന്നുള്ള കുറച്ച് റെഫറൻസസ് കോണ്ടെക്സ്റ്റുകളായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കൺസെപ്റ്റ്.
Furthermore, the patronage of Sanskrit literature by Tamil kings and the presence of Sanskrit scholars in Tamil courts indicate a strong connection between the two literary traditions. Many Tamil kings patronized Sanskrit words, and some even composed Sanskrit texts themselves. This cross cultural exchange would have facilitated the transmission of ideas and influences between Sanskrit and Tamil literature. The Bhakti movement, which emerged in Tamil Nadu in the 6th century CE, also highlight the connection between Sanskrit and Tamil literature. The Bhakti saints, such as the Nayanmars and Always, drew upon Sanskrit texts like the Bhagavata Purana and the product of the Bhakti movement in Tamil Nadu, demonstrating the shared cultural and literary heritage of the region. ഇവിടെ വലിയൊരു കണക്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സാൻസ്കൃത് ലാംഗ്വേജും തമിഴും തമ്മിലുള്ള വലിയ കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് തമിഴ് കിങ്സ് ഒക്കെ വരുന്നത് അവരുടെ പാട്രണേജ് എന്ന് പറയുന്നത് സാൻസ്കൃതിൽ നിന്നുമാണ് അവർ ഉദ്ഭവിക്കുന്നത്. ഓക്കെ, സാൻസ്കൃതാണ് അവരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ളത് എന്ന് കഴിഞ്ഞാൽ സാൻസ്കൃത് ലാംഗ്വേജിൽ നിന്നുമാണ് തമിഴ് കിങ്സിൻ്റെ ഒരു ആരംഭം എന്നൊക്കെ പറയാനായിട്ട്. ഇനി അതിനുശേഷം നമുക്ക് പറയാനായിട്ട് സാധിക്കും സാൻസ്കൃത് സ്കോളേഴ്സ് അവർ തമിഴ് കോഡ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതെന്താ ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ കണക്ഷനാണ് സാൻസ്കൃതും തമിഴും ആയിട്ടുള്ള. അതുപോലെ തന്നെ വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തമിഴിലത്തെ കിങ്സ് അല്ലെങ്കിൽ തമിഴിലെ ഒത്തിരി ഓതേഴ്സ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒരു സാൻസ്കൃത് ലിറ്ററേച്ചറിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻസ്കൃത് ടെക്സ്റ്റുകൾ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, വലിയൊരു ക്രോസ് കൾച്ചറൽ എക്സ്ചേഞ്ച് നടന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വലിയൊരു കണക്ഷൻ ഇവർ തമ്മിലുണ്ട്, ആര്, സാൻസ്കൃതും തമിഴും. 6-ാം നൂറ്റാണ്ട് മുതൽ നടന്നിട്ടുള്ള ഭക്തി മൂവ്മെൻറ്റ്, അത് തമിഴ്നാടുവിൻ്റെ ഒരു എന്താ പറയുക, അത് അവിടുത്തെ ഒരു ലിറ്ററേച്ചറിനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒന്നാണത്. അപ്പോൾ ഈ സാൻസ്കൃത് ലാംഗ്വേജും തമിഴ് ലിറ്ററേച്ചറും തമ്മിലുള്ള ഒരു കണക്ഷനെ കാണിക്കുന്ന മറ്റൊരു അടിസ്ഥാന ഘടകമാണ് ഭക്തി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അവിടെ നായന്മാർസിനാണ് ഭക്തി മൂവ്മെൻറ്റിൽ ഒത്തിരി പ്രാധാന്യം കൽപ്പിക്കുന്നത്. അപ്പോൾ അവരൊരു ടെക്സ്റ്റ് ഉണ്ട്, ഭഗവത പുരാണ. അപ്പോൾ നമുക്കറിയാം രാമായണ, ഇതൊക്കെ ഏത് ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ളത്, സാൻസ്കൃത് ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ശ്രീമദ് ഭഗവത സാൻസ്കൃത് ടെക്സ്റ്റ്, ഇത് എന്താണ് കണക്കാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തി മൂവ്മെൻറ്റ്, അത് തമിഴ്നാടുവിലാണ്. അപ്പോൾ തമിഴ്നാടുവിൻ്റെ അല്ലെങ്കിൽ ഭക്തി മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രോഡക്റ്റായിട്ടാണ് എന്ത് കണക്കാക്കുന്നത്, ശ്രീമദ് ഭഗവത എന്ന് പറയുന്നുള്ള അല്ലെങ്കിൽ ഭഗവത എന്ന് പറയുന്ന ആ ഒരു പുസ്തകം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മീൻസ് ഇത്രയേ ഉള്ളൂ. അവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയാണ്. ഭക്തി മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഒരു പ്രോഡക്റ്റായിട്ട് ഉള്ള ഒരു പുസ്തകമാണ് ശ്രീമദ് ഭഗവത. പക്ഷെ അത് എന്താണ്, ഒരു സാൻസ്കൃത് ടെക്സ്റ്റാണ്. ഇത് ഭക്തി മൂവ്മെൻറ്റ് എവിടെയാണ് നടക്കുന്നത്, തമിഴ്നാടുവിലാണ്. അപ്പോൾ അവിടെയും ഒരു കൾച്ചറലായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. In conclusion, ancient Tamil literature was not isolated from Sanskrit literature. Instead, there is evidence of significant interaction and influence between the two traditions. The references to Sanskrit epics in Tamil Sangam poetry, the use of Sanskrit loan words and motifs in Tamil literature, and the patronage of Sanskrit works by Tamil kings all suggest a strong connection between Sanskrit and Tamil literary traditions. This connection reflects the shared cultural and literary heritage of ancient India, where different languages and regions interacted and influenced each other in complex ways. ഈ ഒരു ക്വസ്റ്റ്യനിൽ പഠിച്ച എല്ലാ ആൻസറും കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് ഗ്രഹിച്ച് അവസാനം ആ ഒരു കൺക്ലൂഷനിൽ എഴുതി ചേർക്കുകയാണ്. സംഘം എന്ന് പറയുന്നത് നമ്മുടെ തമിഴ് ലിറ്ററേച്ചറിൻ്റെ ഒരു വർക്കാണ്. അപ്പോൾ അതിലേക്ക് സാൻസ്കൃതിൽ നിന്നുമുള്ള ഒത്തിരി എസ്പെഷ്യലി രാമായണ, അതുപോലെ മഹാഭാരത, അതിൽ നിന്നുള്ള കുറേ അധികം റെഫറൻസസ് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ തമിഴിയൻസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്ത് മനസ്സിലാക്കാം, ഈ രണ്ട്
തമിഴും സംസ്കൃതം തമ്മിലുള്ള ഒരു ബോണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ പിന്നെയും കണ്ട് കുറച്ച് വർക്കുകളൊക്കെ അതൊക്കെ നമുക്ക് ഇതിലോട്ട് കൂട്ടിച്ചേർക്കാവുന്ന തന്നെയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ ഷാൽ വി മൂവ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. If Bhakti has always been a part of Indian culture, what was unique about the Bhakti movement? ഭക്തി എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യൻ കൾച്ചറിൽ ഒരു യുണീക്കായിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. എന്നാൽ അല്ലെങ്കിൽ എന്താണ് ഈ യുണീക്കായിട്ടുള്ള ഭക്തി മൂമെൻറ്റ്? ഭക്തി മൂമെൻറ്റിനെ കുറിച്ചിട്ട് എഴുതാനാണ് ഇവിടെ നമ്മളോട് പറയുന്നത്. Ancient Tamil literature and Sanskrit literature, though distinct, exhibit significant interactions and influence. The Tamil Sangam poetry, dating back to the early centuries CE, contains references to Sanskrit epics like the Mahabharata, specifically texts like Purananuru and Kalitokai mentions episodes and characters from the Mahabharata, indicating the Tamil poets' familiarity with the epic. The early Tamil epics, Silapadikaram and Manimekalai, also contain references to Sanskrit texts like the Mahabharata and Ramayana. These references demonstrate that Tamil poets' Sanskrit on Tamil literature is evident in the use of Sanskrit loanwords and the motifs in Tamil poetry. The Tolkappiyam, an ancient Tamil grammatical text, acknowledge the importance of Sanskrit as a literary language, mentioning the Vadamuri or northern language. This suggests Tamil scholars recognize Sanskrit significance in ancient India's literary landscape. ആദ്യം ഒരു ഇൻട്രോ പോലെ നമ്മൾ നേരത്തെ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. തമിഴ് ലിറ്ററേച്ചറിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് എന്താ പറയുക, അവരുടെ ഒരു റൈറ്റിങ്സ് ഉണ്ട്. അപ്പോൾ അതുകളെല്ലാം നമ്മൾ ആദ്യം തന്നെ എഴുതുക. തമിഴിലുള്ള ഓൾറെഡി റിട്ടൺ ആയിട്ടുള്ള അവരുടെ വർക്കുകൾ, ഓക്കെ, ആ വർക്കുകളെ കുറിച്ചിട്ട് നമ്മൾ എഴുതുന്നു. അതിന് ശേഷമാണ് നമ്മളതിനെ സംസ്കൃതമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഭക്തിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ വിവരണം നൽകാം. ഇത് ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. കാരണം ഓൾറെഡി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് നമുക്ക് ഇതേ ചാപ്റ്ററിൽ വരുന്നത്. Tamil kings' patronage of Sanskrit literature and the presence of Sanskrit scholars in Tamil courts indicate a strong connection between the two traditions. Many Tamil kings supported Sanskrit works and some even composed Sanskrit texts themselves. This cross-cultural exchange facilitated the transmission of ideas and influences between Sanskrit and Tamil literature. The Bhakti movement emerging in Tamil Nadu in the 6th century CE further highlights the connection between Sanskrit and Tamil literature. Bhakti saints like the Nayanmars and always drew upon Sanskrit texts like the Bhagavata Purana and Ramayana in their compositions. The Srimad Bhagavata, a Sanskrit text, is considered a product of the Bhakti movement in Tamil Nadu, demonstrating the region's shared cultural and literary heritage. സാൻസ്കൃതിൽ ധാരാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ് കിങ്സിൻ്റെ ഒരു പാട്രണേജ് അല്ലെങ്കിൽ അവരുടെ ഒരു ആരംഭം എന്നൊക്കെ പറയുന്നത് സാൻസ്കൃത് ലിറ്ററേച്ചർ തന്നെയാണ്. അതുപോലെ ധാരാളം തമിഴ് സ്കോളേഴ്സ്, സാൻസ്കൃത് സ്കോളേഴ്സ് ഇൻ തമിഴ് കോഡ്സ്, ഓക്കെ, സാൻസ്കൃത് സ്കോളേഴ്സിന് നമുക്ക് തമിഴ് കോഡ്സിലും കാണാനായിട്ട് സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴിലത്തെ ഓതേഴ്സ് സാൻസ്കൃതിലും സാൻസ്കൃതിലത്തെ തമിഴിലും, അപ്പോൾ അവർ തമ്മിൽ വലിയൊരു ലിങ്ക് തന്നെ ഉണ്ടെന്നാണ് ഇവിടെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമുക്ക് അറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്നത് ക്രോസ് കൾച്ചറൽ എക്സ്ചേഞ്ച് എന്ന ഒരു വാക്കിൽ നമുക്ക് ഒതുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഭക്തി മൂവ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു 6th സെഞ്ച്വറിയിലാണ് അതിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ കാണിക്കുന്നത്, ഹൈലൈറ്റ് ചെയ്യുന്നത് കണക്ഷൻ ബിറ്റ്വീൻ സാൻസ്കൃത് ആൻഡ് തമിഴ് ലിറ്ററേച്ചർ തന്നെയാണ് ഭക്തി മൂവ്മെൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഭക്തി മൂവ്മെൻറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെയിൻസ് അല്ലെങ്കിൽ അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെയിൻസ് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നായന്മാർസാണ്. ഓക്കെ, ഈ നായന്മാർ എപ്പോഴും സംസ്കൃത ടെക്സ്റ്റിൽ, അതുപോലെ ഭഗവത് പുരാണ, രാമായണ ഇതൊക്കെ തന്നെ എഴുതിയത് ഇവർ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ എവിടെയാണ് ഉള്ളത്? തമിഴ്നാട്ടിലാണ് നമ്മൾ ഇതൊക്കെ ഈ ഭക്തി മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആചരിച്ച് പോരുന്നത്.
അതുപോലെ ശ്രീമദ് ഭഗവത്ഗീത സാൻസ്കൃത് ടെക്സ്റ്റ് ആണെന്ന് പറഞ്ഞു. അതിനെ ഭക്തി മൂവ്മെൻറ്റിൽ ധാരാളം നമ്മൾ എന്താ പറയുക ഒത്തിരി ഇവർ റെഫറൻസ് കൊടുക്കുന്ന ഒന്നാണ് ഭഗവത. ഓക്കെ, ശ്രീമദ് ഭഗവത എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉള്ളത് ഞാൻ പറഞ്ഞു നേരത്തെ തമിഴ്നാടുവിലാണ്. പക്ഷെ അത് ഭക്തി മൂവ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ആരംഭം സാൻസ്കൃതിലാണ്. The connection between Sanskrit and Tamil literary traditions reflects ancient India's complex cultural dynamics. Different languages and regions interacted and influenced each other, shaping the literary landscape. The references to Sanskrit epics in Tamil Sangam poetry, use of Sanskrit loanwords and motifs in Tamil literature, and patronage of Sanskrit works by Tamil kings all suggest a strong connection between the two traditions. This connection underscores the shared cultural and literary heritage of ancient India. The interactions between Sanskrit and Tamil literature demonstrate the richness and diversity of Indian literary traditions, highlighting the complex text in which different languages and regions contributed to the country's cultural landscape. In conclusion, ancient Tamil literature and Sanskrit literature, though distinct, exhibit significant interaction and influence. The evidence of this connection can be seen in the references to Sanskrit epics in Tamil literature, the use of Sanskrit loanwords and motifs, and the patronage of Sanskrit works by Tamil kings. This connection reflects the shared cultural and literary heritage of ancient India, demonstrating the complex and dynamic nature of Indian literary traditions. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കണമെങ്കിൽ കൂടുതലും കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കും. ഭക്തി മൊമെൻറ്റിനെ കുറിച്ചിട്ട് നമുക്ക് എന്താ പറയുക, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ. അപ്പം അതുകൊണ്ടാണ് കൂടുതൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാനും പഠിക്കാനും ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും ഭക്തി മൊമെൻറ്റിനെ എന്താ പറയുക കൂടുതലും ഇങ്ങനെ അതന്നെ എടുത്തെടുത്തെടുത്ത് പറയാത്തത്. ഓക്കെ, അപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് അതും വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻസ്കൃത് ലാംഗ്വേജിലെ ഉത്ഭവം, അതേസമയം തമിഴിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അത്രയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കൺസെപ്റ്റ്. Question number 4, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അതിലത്തെ. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ ടു മേജർ സാൻസ്കൃത് എപ്പിക്സ് ആൻഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ കൾച്ചർ? ഇപ്പോൾ ഇന്ത്യൻ കൾച്ചറിലെ രണ്ട് മേജറായിട്ടുള്ള സാൻസ്കൃത് എപ്പിക്സ് അല്ലെങ്കിൽ ആ രണ്ട് മേജറായിട്ടുള്ള സാൻസ്കൃത് വർക്ക്സുകൾ ഏതൊക്കെയാണ്? Ancient Tamil literature and Sanskrit literature, though distinct, exhibit a significant interaction and influence. This connection is evident in the Tamil Sangam poetry, which dates back to the early centuries CE. The Sangam texts such as Purananuru and Kalithokai contains references to Sanskrit epics like the Mahabharata, indicating the Tamil poets' familiarity with the epic. These references demonstrate that the Tamil poets were aware of and drew upon Sanskrit literary traditions. The early Tamil epics, Silapatikaram and Manimegalai, also contain references to Sanskrit texts like the Mahabharata and Ramayana. These references suggest that the Tamil poets were well versed in Sanskrit literature and incorporated elements from it into their own works. The influence of Sanskrit on Tamil literature is further evident in the use of Sanskrit loanwords and motifs in Tamil poetry. This borrowing of words and the idea reflects the cultural exchange between the two literary traditions. ഇവിടെ ആദ്യം തന്നെ നമ്മൾ എന്ത് പറയണം? സാൻസ്കൃത് ലിറ്ററേച്ചറും തമിഴും തമ്മിലുള്ള കണക്ഷനെ കുറിച്ച് പറയുക. അതിൽ നമുക്ക് എടുത്തു പറയാനുള്ളത് തമിഴ് സംഘം പോയട്രിയാണ്. അപ്പോൾ അതിലോട്ട് ആരുടെ കോൺട്രിബ്യൂഷനാണുള്ളത്? മെയിനായിട്ടും നമ്മുടെ സാൻസ്കൃത് ലാംഗ്വേജിൻ്റെ ധാരാളം കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട രണ്ട് എപ്പിക്കായിട്ടുള്ള രണ്ട് വർക്കുകൾ എന്ന് പറയുന്നത് മഹാഭാരത ആൻഡ് രാമായണയാണ്. നോ ഡൗട്ട്സ് അല്ലേ, നമുക്കത് ഓൾറെഡി അറിയാം. പിന്നെ നമ്മൾ പറഞ്ഞു തമിഴിലത്തെ ഏർലി എപ്പിക്സ് തന്നെയാണ് സിലപ്പതികാരവും അതുപോലെ മണിമേഖലയും. അപ്പോൾ ഇതിലൊക്കെ പക്ഷേ എന്തിൻ്റെ റെഫറൻസസ് കാണാനായിട്ട് സാധിക്കും? സാൻസ്കൃതിൻ്റെ ടെക്സ്റ്റുകൾ റെഫറൻസസ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ,
The Tolkappiyam, an ancient Tamil grammatical text, acknowledges the importance of Sanskrit as a literary language. It mentions the Vadamuri or northern language, which is likely a reference of Sanskrit. This suggests that Tamil scholars recognize the significance of Sanskrit in ancient India's literary landscape. The Tolkappiyam's recognition of Sanskrit's importance highlights the esteem in which Sanskrit was held in ancient India. തമിഴിലെ മറ്റൊരു ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള ടെക്സ്റ്റാണ് ടോൾക്കാപ്പിയം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്താ സാൻസ്കൃതിൻ്റെ കുറേ ലിറ്റററി ലാംഗ്വേജ്, അതിൻ്റെ ലിറ്റററി വർക്കുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാടാമൊഴി, അതാണ് നമ്മളിവിടെ എടുത്ത് പറയുന്നത്. വാടാമൊഴി എന്ന് പറയുന്നത് ഒരു നോർത്തേൺ ലാംഗ്വേജ് ആണ്. അത് സംസ്കൃതമായിട്ടുള്ള ചെറിയ ഒരു സാമ്യമുണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തമിഴ് സ്കോളേഴ്സ് അവർ എന്താ ചെയ്തത്, സംസ്കൃതത്തിലുള്ള കുറേ അധികം ലിറ്റററി വർക്കുകൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. അതുപോലെ തിരിച്ചും കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തോൽക്യാപ്സ് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് തന്നെ സംസ്കൃതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. സംസ്കൃത് ലാംഗ്വേജിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു അഹങ്കാരം അല്ലെങ്കിൽ പ്രൗഡ് മൊമെൻ്റ് അവർക്കും ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് തമിഴിൻ്റെ കിങ്സ് എന്ന് പറയുന്ന കിങ്സ്, അവരുടെ ഒരു പാട്രണേജ് അത് സംസ്കൃത ലിറ്ററേച്ചറാണ്. മീൻസ് അവിടെ നിന്നുള്ള ആരംഭമാണ് തമിഴ് കിങ്സിന് അവർ നേടിയെടുത്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ തമിഴ് കിങ്സിനെ സാൻസ്കൃത സ്കോളേഴ്സ് ധാരാളം സപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ക്രോസ് കൾച്ചറൽ എക്സ്ചേഞ്ച് നടന്നിട്ടുണ്ട് എന്ന് പറയാനും ഉള്ള ഒരു കാരണം. The Bhakti movement emerging in Tamil Nadu in the 6th century CE further highlights the connection between Sanskrit and Tamil literature. Bhakti saints like the Nayanmars and always drew upon Sanskrit texts like the Bhagavad Purana and Ramayana in their compositions. The Srimad Bhagavata and Sanskrit text is considered a product of the Bhakti movement in the Tamil Nadu, demonstrating the region's shared cultural and literary heritage. The connection between Sanskrit and Tamil literature traditions reflects ancient India's complex cultural dynamics. Different languages and regions interacted and influenced each other, shaping the literary landscape. The references to Sanskrit epics in Tamil Sangam poetry, use of Sanskrit loanwords and motifs in Tamil literature, and patronage of Sanskrit words by Tamil kings all suggest a strong connection between the two traditions. This connection underscores the shared cultural and literary heritage of ancient India. The interaction between Sanskrit and Tamil literature demonstrates the richness and diversity of Indian literary traditions, highlighting the complex ways in which different languages and regions contributed to the country's cultural landscape. The shared heritage of ancient Indian is a testament to the country's long history of cultural exchange and literary innovation. In conclusion, ancient Tamil literature and Sanskrit literature, though distinct, exhibit significant interaction and influence. The evidence of this connection can be seen in the references to Sanskrit epics in Tamil literature, the use of Sanskrit loanwords and motifs, and the patronage of Sanskrit words by Tamil kings. This connection refers the shared cultural and literary heritage of ancient India, demonstrating the complex and dynamic nature of Indian literary tradition. ഇവിടെ നമ്മൾ കൂടുതലായിട്ടും രാമായണ മഹാഭാരത ഈ ഇതിനും നമ്മൾ കൂടുതൽ പ്രസക്തി കൊടുത്ത് അല്ലെങ്കിൽ അതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ വിശദീകരണം ഇവിടെ കൊടുക്കുന്നില്ല. മറിച്ച് ഒരു ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 4 ക്വസ്റ്റ്യനിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാനായിട്ട് കഴിയുന്ന പോലെ എഴുതാനായിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിൽ കൂടെ നമ്മൾ ഒരു 4 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ ഒരു PDF നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതിന് എന്നെ ഒന്ന് എൻക്വയറി ചെയ്താൽ മതി. അപ്പോൾ കൂടുതലായിട്ടും ഭക്തി മൊമെൻറ്റിനെ കുറിച്ചും അല്ലെങ്കിൽ രാമായണ മഹാഭാരത ഇതിനൊക്കെ കുറിച്ച് നമ്മൾ കൂടുതൽ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഞാൻ PDF ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അല്ല ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മതി നിങ്ങളുടെ PDF നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് നമ്മളിപ്പോൾ പഠിക്കുന്നത് കൂടുതലും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ബേസ്ഡ് ആയിട്ടാണ്. സോ ഫ്രം ദ സ്റ്റാർട്ടിങ് ഇറ്റ് സെൽഫ് യു സ്റ്റാർട്ട് സ്റ്റഡിങ് ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ബെറ്റർ. ഓക്കെ, അപ്പോൾ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. സോ ഓൾ ദി വെരി ബെസ്റ്റ്. സോ വി വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് സെഷൻ. ബൈ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.